പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ വാരത്തിലെ വിവിധ സംഭവങ്ങൾ ധ്യാന വിഷയമാക്കുകയായിരുന്നു നമ്മൾ ഈ പരമ്പരയിലൂടെ. വലിയ ആഴ്ചയെന്നും വിശുദ്ധ വാരമെന്നും അറിയപ്പെടുന്ന 8 ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട 6 സംഭവങ്ങളാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. യേശുവിൻ്റെ രാജകീയ പ്രവേശം ജെറൂസലം പട്ടണത്തിലേക്ക്, തുടർന്ന് ദേവാലയ ശുദ്ധീകരണം, യേശുവിൻ്റെ പെസഹ ആഘോഷം, അപ്പം മുറിക്കലിലൂടെ നടക്കുന്ന പെസഹ ആഘോഷം, ദുഃഖവെള്ളിയാഴ്ചത്തെ സംഭവങ്ങൾ, യേശുവിൻ്റെ മരണം, അതിനുശേഷം ദുഃഖശനി എന്നറിയപ്പെടുന്ന ദൈവത്തിൻ്റെ അസാന്നിധ്യം, അതിൻ്റെ ഏറ്റവും തിക്തമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ദുഃഖശനി, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന, മരിച്ച് അടക്കപ്പെട്ട അവസ്ഥ. അവിടുന്ന് വരുന്ന അവസാനത്തെ ദൈവത്തിൻ്റെ മറുപടിയാണ് ഉത്ഥാനം. ആ ഉത്ഥാനമാണ് നമ്മൾ അവസാനത്തെ ഞായറാഴ്ച ആഘോഷിക്കുന്നത്. ഇന്ന് യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള ചില വിചിന്തനങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തുടക്കമായി വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 24, തിരുവചനങ്ങൾ 13 മുതൽ 35 വരെ. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറൂസലമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവരവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. അവരിൽ ക്ലെയോപ്പാസ് എന്നു പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറൂസലമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏതു കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയെങ്കിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണ് എന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണു തുറന്നു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവർ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറൂസലമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ഉത്ഥാനം ധ്യാന വിഷയമാക്കുകയാണ് നമ്മൾ. ആദിമ ക്രൈസ്തവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഉപയോഗിച്ചിരുന്നൊരു പാസ്വേഡ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും മതപീഡനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരാണ് ക്രിസ്ത്യാനി എന്ന് അറിയുക എളുപ്പമായിരുന്നില്ല. അറിഞ്ഞാൽ കൊന്നുകളയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി അവർ വെളിപ്പെടുത്താനായിട്ട് അധികം ആഗ്രഹിച്ചിരുന്നില്ല. തന്നെയുമല്ല, എന്തെങ്കിലും കാര്യങ്ങൾ സഭാസംബന്ധമായ വിശ്വാസബന്ധമായ കാര്യങ്ങൾ തുടർന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർ ക്രിസ്ത്യാനിയാണ് എന്നവർ ഉറപ്പ് വരുന്നു. അവരൊരു ക്രിസ്ത്യാനിക്ക് മറ്റൊരു ക്രിസ്ത്യാനി തിരിച്ചറിയാൻ വേണ്ടി അവരൊരു കോഡ് വാക്ക് കൊടുക്കുക എന്നൊരു പാസ്വേഡ്. അത് ഗ്രീക്ക് ഭാഷയിൽ ഇങ്ങനെയാണ്, ക്രിസ്തോസ് അനെസ്തേ. ഒരാൾ പറയുന്നു ക്രിസ്തോസ് അനെസ്തേ, മറുപടി പറയും അലേത്തോസ് അനെസ്തേ. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഉത്ഥാനം ചെയ്തിരിക്കുന്നു, ക്രൈസ്റ്റ് ഈസ് റിസൺ, ക്രിസ്തോസ് അനെസ്തേ. ഒരാൾ പറയുന്നു, അതിന് മറുപടിയായിട്ട് പറയുന്നത് സത്യമായും അവൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു, അലേത്തോസ് സത്യമായും, അനെസ്തേ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ട്രൂലി ഹീസ് റിസൺ. ക്രിസ്തു ഉത്ഥാനം ചെയ്തിരിക്കുന്നു,
സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതാണ് വിശ്വാസം. ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ആ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലായി നിൽക്കുന്നത് യേശുവിൻ്റെ ഉത്ഥാനമാണ്. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്, നമ്മുടെ ജീവിതവും വ്യർത്ഥമാണെന്ന് പൗലോസ് പറയും. യേശുവിനെ ദൈവം ഉയർപ്പിച്ചിട്ടില്ല എങ്കിൽ അവനെ ഉയർപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കള്ളനായിത്തീരും. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മളും ഉയർത്തെഴുക്കുകയില്ല. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ സഭയില്ല, സഭയ്ക്ക് അർത്ഥമില്ല, എല്ലാം അർത്ഥശൂന്യമാകും. മരണം കൊണ്ടാണ് എല്ലാം അവസാനിക്കുന്നതെങ്കിൽ ജീവിതം തന്നെ അർത്ഥശൂന്യമായി ജീവിക്കുന്നതിൻ്റെ അർത്ഥം. ഒരു മൃഗവും മനുഷ്യനും തമ്മിൽ എന്ത് വ്യത്യാസം? മൃഗം മരിക്കുന്നു, ഞാനും മരിക്കുന്നു. മരിച്ച മൃഗം മണ്ണായിത്തീരുന്നു, ഞാനും മണ്ണായിത്തീരുന്നു. അപ്പുറത്തൊന്നും ഇല്ല എങ്കിൽ എന്താണ് വ്യത്യാസം? മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് അവൻ്റെ ആത്മാവിൽ പതിഞ്ഞിരിക്കുന്ന മുഖഛായയാണ്, ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ്. ആ പ്രതിച്ഛായ ഒരിക്കലും മണ്ണിലലിഞ്ഞിരാൻ ദൈവം അനുവദിക്കുകയില്ല, ഉയർത്തെഴുന്നേൽക്കും. അതിൻ്റെ അച്ചാരമാണ് ഉത്ഥാനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിടിഞ്ഞുവെന്ന് നിലവിളിച്ച മകന് പിതാവ് കൊടുക്കുന്ന മറുപടിയാണ് ഉത്ഥാനം. അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നാണ് പറയുക. 3-ാം ദിവസം. എന്തായി 3-ാം ദിവസത്തിൻ്റെ അർത്ഥം? 3 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 72 മണിക്കൂറാവും. യേശു മരിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. ഞായറാഴ്ച രാവിലെ അവരുടെ ശരീരം കാണുന്നില്ല. അപ്പോൾ 72 പോയിട്ട് 48 മണിക്കൂർ പോലും തികയുന്നില്ല. അപ്പോൾ 3-ാം ദിവസം എന്ന് പറയുന്നതിന് വ്യത്യസ്തമായൊരർത്ഥമുണ്ട്. 3-ാം ദിവസം എന്ന് പറഞ്ഞാൽ ദൈവം ചരിത്രത്തിൽ ഇടപെടുന്ന അവസരമാണ്. അത് 3 മണിക്കൂറാകാം, 3 ദിവസമാകാം, 3000 വർഷമാകാം. 3-ാം ദിവസം ബൈബിളിലെ ഒരു ടെക്നിക്കൽ ടേമാണ്, ഒരു സാങ്കേതിക പദം. 3-ാം ദിവസം സംശയമുണ്ടെങ്കിൽ ലൂക്കായുടെ സുവിശേഷം വായിച്ചു നോക്കുക. 13-ാമത്തെ അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ കാണാം. ചില ഫരിസേയർ ഒന്ന് യേശുവിനോട് പറഞ്ഞു, ഹെറോദസ് നിന്നെ വധിക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് ഗലീലി വിട്ടു പോകണം. യേശു കൊടുത്ത മറുപടി ഇതാണ്: നിങ്ങൾ ചെന്ന് ആ കുറുക്കനോട് പറയുക, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. 3-ാം ദിവസം എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കും. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ യാത്ര തുടരേണ്ടിയിരിക്കുന്നു. എന്നാൽ ജെറൂസലമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല. കൃത്യം 3 ദിവസമല്ല അവിടെ അർത്ഥമാക്കുന്നത്. യേശുവിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകുന്ന ദിവസമാണ് 3-ാം ദിവസം. അത് ചിലപ്പോൾ 1 വർഷവുമാകാം. ഇവിടെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എത്ര മണിക്കൂർ സമയം യേശു മരിച്ച് കല്ലറയിലായിരുന്നു എന്ന് പറയുകയല്ല അർത്ഥം. യേശുവിൻ്റെ ഉത്ഥാനം എന്ന് പറയുന്നത് ദൈവിക പ്രവൃത്തിയാണ് എന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയാണ്. 3-ാം ദിവസം അത് ഉയർത്തെഴുന്നേറ്റു എന്നാണോ ഉയർപ്പിക്കപ്പെട്ടു എന്നാണോ? രണ്ടും പറയുന്നുണ്ട് സുവിശേഷങ്ങളിൽ. ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയും, ഉയർപ്പിക്കപ്പെടുമെന്നും പറയും. ആരംഭകാലത്തൊക്കെ ക്രൈസ്തവർ വിശ്വസിച്ചതും ഏറ്റുപറഞ്ഞതും അവൻ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെട്ടു. യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആ ആത്മാവ് മൂലം നിങ്ങൾക്കും നിങ്ങളുടെ മർത്യമായ ശരീരത്തിന് അവൻ ഉത്ഥാനം നൽകും. പൗലോസ് പറയുന്നുണ്ട്, യേശുവിനെ മരിച്ചവനെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് കടന്നു വന്ന് യേശുവിനെ ജീവൻ നൽകിയെന്നാണ് ആദിമ സഭയിൽ വിശ്വസിച്ചിരുന്നത്. അതാണ് എപ്പിക്ലേശസ് എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാനയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതിൻ്റെയൊക്കെ ഒരു സൂചന എങ്ങനെയാണ്? യേശുവിനെ ഉയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. പക്ഷേ ഒരു പടി കൂടി കടന്നു പറയും, വാസ്തവത്തിൽ യേശു തന്നെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇപ്പോൾ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യമുണ്ടായപ്പോൾ യേശുവിനെ ഉയർപ്പിക്കുകയല്ല, യേശുവിൻ്റെ ദൈവത്വം ഉത്ഥാനത്തിലൂടെ പ്രകടമാവുകയാണ്. 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. യേശുവിൻ്റെ പുനരുത്ഥാനം ലാസറിൻ്റെ പുനരുത്ഥാനം പോലെ അല്ല എന്ന് ഓർക്കുക. യേശു 3 പേരെ ഉയർപ്പിച്ചതായിട്ട് സുവിശേഷങ്ങൾ പറയുന്നുണ്ട്. അത് ജായിറൂസിൻ്റെ മകൾ ആണ്. മരിച്ച ഉടനെ യേശു അവളെ ഉയർപ്പിക്കുന്നു. മരിച്ച കല്ലറയിലേക്ക് കൊണ്ടുപോയിരുന്ന നായിനിലെ വിധവയുടെ മകൻ, അവനെ വഴിക്ക് വെച്ച് യേശു ഉയർപ്പിക്കുന്നു. 3 ദിവസം കല്ലറയിലായിരുന്ന ലാസറിനെ യേശു ഉയർപ്പിക്കുന്നു. ഈ 3 പേരും ഉയർത്തെഴുന്നേറ്റ്. പക്ഷേ അതും യേശുവിൻ്റെ ഉത്ഥാനം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിനെ നമുക്ക് പുനരുജ്ജീവനം എന്ന് പറയാം, എ റീസൂഷിറ്റേഷൻ. മരിച്ച മനുഷ്യന് വീണ്ടും പഴയ ജീവൻ തിരിച്ചു കൊടുക്കുകയാണ്. മരിച്ചവനെ മരണത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുന്നു. പക്ഷേ അമർത്യമായ ഒരു ജീവനല്ല അവന് കൊടുക്കുന്നത്, മർത്യമായ ജീവൻ തന്നെ തുടരുകയാണ്. പഴയതിൻ്റെ തുടർച്ചയാണ് നായിനിലെ വിധവയുടെ മകനും ലാസറിനും ഒക്കെ ലഭിച്ചത്. അതിനെ പുനരുജ്ജീവനമെന്നാണ് വിശേഷിപ്പിക്കുക. യേശുവിൻ്റേത് അപ്രകാരമുള്ള ഒരു ജീവനല്ല, യേശുവിൻ്റേത് പുനരുത്ഥാനമാണ്. അപ്പോൾ പുനരുത്ഥാനവും ഉജ്ജീവനവും തമ്മിൽ വ്യത്യാസമുണ്ട്. പുനരുജ്ജീവനം പഴയതിന് തുടർച്ചയാണെങ്കിൽ പുനരുത്ഥാനം ഒരു പുതിയ സൃഷ്ടിയാണ്, പുതിയതായി. അതുകൊണ്ടാണല്ലോ യേശുവിനെ കണ്ടവർക്കാർക്കും തിരിച്ചറിയാൻ കഴിയാതെ പോയത്. പലരുടെയെക്കുറിച്ചും പറയുന്നുണ്ട്. കല്ലറയുടെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന മഗ്ദലേനായിക്കാണ് ആദ്യമേ പ്രത്യക്ഷപ്പെട്ടതായി യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്. സ്ത്രീയെ നീ എന്തിനു കരയുന്നു? യേശുവാ ചോദിച്ചത്. എൻ്റെ ഗുരുവിനെ അവരെടുത്തുകൊണ്ടുപോയി എവിടെ കൊണ്ടുവന്ന് അറിയാൻ പാടില്ല, അങ്ങാണ് കൊണ്ടുപോയതെങ്കിൽ എവിടെ വെച്ചിരിക്കുന്നു പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. അപ്പോഴാണ് യേശു തിരിഞ്ഞു വിളിക്കുക, മറിയം.
തൻ്റെ പേര് വിളിച്ചത് ഗുരുവാണെന്ന് യേശു അപ്പോൾ മനസ്സിലായി. റബ്ബൂനി എന്ന് പറഞ്ഞ് കാൽക്കൽ വീട് പാദത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിക്കുക. ആ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത്. അപ്പോൾ യേശുവിന് തിരിച്ചറിയാൻ പറ്റാത്ത എന്തോ ഒന്നുണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴും അവർ വിസ്മയ സ്തബ്ധരായി. എന്തോ ദർശനമാണ്, ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോഴേ യേശുവിൻ്റെ ഈ പുനരുത്ഥാനത്തിന് പ്രത്യേകതയുണ്ട്. അവൻ്റെ ശരീരം ഒരു പുതിയ ശരീരമായി മാറുകയാണ്. ഇത് തന്നെയാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കും സംഭവിക്കുന്നത്. യേശുവിനെ കണ്ടിട്ടില്ലാത്തവരല്ലത്. ഒരു മണിക്കൂറുകളോളം സംസാരിച്ചു കൊണ്ടുപോയി. അവർ ദുഃഖിതരായിരുന്നു, നിരാശരായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു. ദുഃഖ ശനിയാഴ്ചയുടെ ചിത്രമാണ് എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ ആദ്യ ഭാഗം. പരസ്പരം വാദിച്ചും തർക്കിച്ചും ഒരു ഉത്തരവും കണ്ടെത്താതെ എല്ലാം നശിച്ചു എന്ന് വിചാരിക്കുന്നവർ. എത്ര പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ അവൻ്റെ പിന്നാലെ പോകുന്നത്. എത്ര വലിയ അത്ഭുതങ്ങളാണ് അവൻ ഗലീലയിൽ നടത്തിയത്. അത്ഭുതകരമായ മീൻപിടുത്തവും കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയതും, ആയിരങ്ങൾ അത്ഭുതകരമായ അപ്പം ഭക്ഷിച്ച് തൃപ്തരായതും, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റതും, ചെകിടന്മാർക്ക് കേൾവിയും മുടന്തന്മാർക്ക് നടക്കാനുള്ള ശക്തിയും, കുരുടന്മാർക്ക് കാഴ്ചയുമെല്ലാം കൊടുത്ത് ഇവനാണ് രക്ഷിക്കാനിരുന്നവൻ നിങ്ങൾ വിശ്വസിച്ചു. പക്ഷേ അവൻ്റെ പിറകെ ഇറങ്ങി തിരിച്ചത് ആകപ്പാടെ നഷ്ടമായി. എല്ലാം തകർന്ന് ദുഃഖ വെള്ളിയാഴ്ച ആ കുരിശിൽ അവസാനിച്ചുവല്ല. നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും വിശ്വസിക്കുമായിരുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടു, ഇവനാണ് രക്ഷിക്കാനിരുന്നവർ നിങ്ങൾ വിശ്വസിച്ചു, പക്ഷേ ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഇതാണ് നിരാശാബോധം. ഇങ്ങനെ നിരാശാബോധത്തിൽ യേശുവിനാണ് എന്ന് പറയുന്നതെന്ന് അവർക്കറിയില്ല. അവനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. എന്താണ് മൂടുന്നത്? കാറ്ററാക്ട് ബാധിക്കുന്നതാവാം, തിമിരം. എൻ്റെ കണ്ണിന് അല്പം തിമിരം ബാധിച്ചിട്ടുണ്ട്. ഒരു മൂട് കാണുക, എല്ലാം കാണുക. ഇങ്ങനെ ഒരു തിമിരമാണോ അത്? അല്ല. കണ്ണുകൾക്കുണ്ടാകുന്ന തിമിരമല്ല, ആത്മാവിന് ബാധിക്കുന്ന തിമിരമാണ്. യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോവുക. തൻ്റെ സ്വന്തം ദുഃഖത്തിലും നിരാശയിലും നഷ്ടബോധത്തിലും നിസ്സഹായതയിലും ആണ്ടുപോകുന്ന മനുഷ്യൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോവുക. അവന് ദൈവത്തിന് പ്രത്യേകമായ ഒരു സ്പർശനം ലഭിക്കണം, എങ്കിലേ തിരിച്ചറിയൂ. അവർ കടന്നുപോയി. യേശു അവരെ കൊണ്ട് തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ആവർത്തിച്ചു പറയാനായിട്ട് പ്രേരിപ്പിച്ചു. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ തങ്ങൾക്കുണ്ടായ ദുഃഖാനുഭവങ്ങളും നിരാശകളും നഷ്ടബോധവും എല്ലാം തുറന്നു വെച്ച് കഴിയുമ്പോൾ യേശു അവരെ വിളിക്കുന്നത് മണ്ടന്മാരെ, ഭോഷന്മാരെ. ഇതൊക്കെ സംഭവിക്കേണ്ടതായിരുന്നില്ലേ? പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിരുന്നതല്ലേ? ഇതെല്ലാം മുൻകൂട്ടി അറിയിച്ചിരുന്നതല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? പ്രവാചകന്മാർ വഴി മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ് ഇതെല്ലാം. അതിനുശേഷം ഓരോ സംഭവങ്ങളും ഓരോ പ്രവചനങ്ങൾ യേശു എടുത്ത് വ്യാഖ്യാനിക്കുകയാണ്. യേശയ്യായാലും സങ്കീർത്തനങ്ങളിലും ജെറമിയായാലും മിക്കായാലും ഉള്ളതെല്ലാം, പ്രത്യേകിച്ചും യേശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള സഹനങ്ങളുടെ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവർ സമയം പോയതറിഞ്ഞില്ല. പെട്ടെന്ന് അവരെത്തേണ്ട ഗ്രാമത്തിലെത്തി. അപ്പോൾ അവർ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. അവർ യേശുവിനെ ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ല വിളിക്കുന്നത്. അപരിചിതനാണ്. അപരിചിതനായ വ്യക്തിയോട് പറയും, ഞങ്ങളുടെ കൂടെ വരൂ, സമയം സന്ധ്യയാവുകയാണ്, ഞങ്ങളുടെ കൂടെ വസിക്കൂ. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അവരിങ്ങനെ വിളിക്കുന്നത്? യേശുവാണെന്ന് അറിഞ്ഞതുകൊണ്ടല്ല, യേശുവാണെന്ന് അവർ അറിഞ്ഞിട്ടില്ല. ഈ അപരിചിതനെ എന്തുകൊണ്ട് അവർ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു? രണ്ടു സാധ്യതയുണ്ട്. ഒന്നുകിൽ ഈ അപരിചിതൻ്റെ കൂടി നടന്നപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു, വലിയ ഒരു അനുഭൂതിയായിരുന്നു, അതുകൊണ്ട് ഇനിയും കേൾക്കണം എന്നുള്ള ആഗ്രഹമാകാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സന്ധ്യയാകുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇവൻ യാത്ര തുടരുകയാണ്. എങ്ങോട്ടാണ് ഈ അപരിചിതൻ പോവുക? ഈ അപരിചിതൻ രാത്രിയിൽ എവിടെ ചെന്ന് വസിക്കും? അപ്പോൾ അവർ തങ്ങളുടെ ദുഃഖത്തിൽ നിന്ന് ഈ അപരിചിതൻ്റെ അവസ്ഥയിലേക്ക് ചിന്തകൾ മാറ്റി. ഇവന് വസിക്കാൻ ഇടം കൊടുക്കണം, അപരിചിതനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ സന്നദ്ധരാകുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരൂ, നേരം വെളുത്തിന് ശേഷം പോകാം. അപരിചിതനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ മാത്രമല്ല ഭക്ഷണമൊരുക്കാനും തയ്യാറായി. ആ ഭക്ഷണമേശയിൽ വെച്ചാണ് യേശു അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. അപരിചിതനായാലും തന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും തങ്ങളുടെ ഭക്ഷണത്തെ അവരെ പങ്കുകൊടുക്കുകയും ചെയ്യുമ്പോൾ യേശു തന്നെ ബാക്കി തുടരുകയാണ്. അപ്പം എടുത്തു മുറിച്ചു അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അപ്പം മുറിക്കലിലാണ് അവർ കണ്ണു തുറന്നത്. അതിനു മുമ്പ് പറഞ്ഞതൊന്നും മനസ്സിലായില്ല. പക്ഷേ അപ്പോഴേ കണ്ണു തുറക്കുമ്പോൾ യേശു മുമ്പിലില്ല. ഒരു പുതിയ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. എന്താണ് ലൂക്കായിലൂടെ പറയുക? നമ്മുടെ ദുഃഖങ്ങളും നിരാശകളുമൊക്കെ അവൻ്റെ പാദത്തിൽ അർപ്പിക്കുക, അവന് ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക, ഭവനത്തിലേക്ക് ക്ഷണിക്കുക, അപരിചിതനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ സന്നദ്ധമാവുക, അപ്പം കൊടുക്കുക. ആ അപ്പം മുറിക്കലിൽ നീ ദൈവത്തെ കണ്ടെത്തും. അപ്പം മുറിച്ചതിൽ യേശുവിനെ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞ നിമിഷം അവൻ അപ്രത്യക്ഷനായി. ഇനി അവർക്ക് യേശുവിൻ്റെ ശാരീരികമായ സാന്നിധ്യം ആവശ്യമില്ല. അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവർ പറയും, അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? നമ്മുടെ ദുഃഖങ്ങളൊക്കെ എവിടെ പോയി? യേശുവുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ദുഃഖങ്ങൾ മറന്നു, അകന്നു, എല്ലാം മാറി. പ്രതീക്ഷയായി. ഉദ്ധിതനെ കണ്ടതോടുകൂടി അവരുടെ പ്രത്യാശ തിരിച്ചു വന്നു.
ജീവിതത്തിന് അർത്ഥമായി. ഇതുവരെ തർക്കിച്ചും വാദിച്ചും അലസരായി വിഷാദിച്ച് എന്തി വലിഞ്ഞു പോയവർ ശീഘ്രമായി തിരിച്ചു പോവുകയാണ് സന്തോഷത്തോടെ. ഇനി അവർക്കൊന്നേ ഉള്ളൂ, ഈ കിട്ടിയ അനുഭവം പങ്കുവയ്ക്കണം. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, യേശു ജീവിക്കുന്നു എന്ന് എല്ലാവരോടും അറിയിക്കണം. അവർ തിരിച്ചു ചെല്ലുമ്പോൾ കേൾക്കുന്നതാണ് സന്തോഷത്തിൻ്റെ ആരവമാണ്. ഇതുവരെ ഭയപ്പെട്ടിരുന്നവർ സന്തോഷിക്കുകയാണ്, അവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു, വീണ്ടും പലർക്കും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയിരുന്നു. കാരണം ആ ശരീരം പഴയ ശരീരം തന്നെയല്ല, ആ ശരീരത്തിന് ഒരു രൂപാന്തരീകരണം സംഭവിച്ചിരുന്നു. അപ്പോഴേ ഉത്ഥാനവും പുനരുജ്ജീവനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉത്ഥാനത്തിലൂടെ സംഭവിക്കുന്നത് ഒരു പുതിയ സൃഷ്ടിയാണ്. ഈ ശരീരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് 3 കാര്യങ്ങളാണ്. 1, ഈ ശരീരത്തിന് ഉണ്ടാകുന്ന ലഘുത്വം. 2, അക്ഷയം. 3, ദീപ്തി. ലഘുത്വം എന്ന് പറഞ്ഞാൽ സ്ഥലകാല പരിമിതികൾക്ക് അതീതമാണ് ഈ ശരീരം. ഒരേ സമയത്ത് പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാം, അവ എല്ലായിടത്തും പ്രത്യക്ഷപ്പെടാം. അതിന് ദൂരം ബാധകമല്ല, വാതിൽ കടഞ്ഞിരിക്കുന്നതും ബാധകമല്ല. ശരീരം ഉണ്ടെങ്കിലും ആ ശരീരം ആത്മീയമായ ശരീരമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പോയ ബലഹീനതകളില്ല, അതിനുള്ള പരിധികളില്ല, പരിമിതികളില്ല. അതിന് വിശപ്പില്ല, ദാഹമില്ല. അപ്പുറത്ത് ഒരു പ്രത്യേക ശരീരമാണിത്. രണ്ടാമത്തേത്, ഇതിന് പരിമിതികളില്ല, വാതിൽ അടച്ചിരിക്കുമ്പോൾ അകത്ത് കിടക്കാൻ സാധിക്കും. അക്ഷയമാണ്, ഇത് ക്ഷമിച്ചു പോവുകയില്ല, ഇത് ഒരിക്കലും നശിക്കുകയില്ല. ഈ ശരീരം ഇത് ഇനി ഒരിക്കലും നശിക്കാത്ത അക്ഷയം. ലഘുത്വം, അക്ഷയം. ദീപ്തി, പ്രകാശമാനമാണ്. ദൈവത്തിൻ്റെ പ്രകാശത്താൽ പ്രശോഭിക്കുന്നതായിരിക്കും ഈ ശരീരം. ഇങ്ങനെ ഒരു പുതിയ ശരീരമാണ് യേശുവിൻ്റേത്. യേശു എപ്രകാരം ഉയർപ്പിക്കപ്പെട്ടുവോ അപ്രകാരം നമ്മളും ഉയർപ്പിക്കപ്പെടും. ഇതാണ് നമ്മുടെ ഇതിനർത്ഥം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസമായിരുന്നു അവർക്കും. ശിഷ്യന്മാരാദ്യം വിശ്വസിക്കാൻ തയ്യാറായില്ല. തങ്ങളൊരു ഭൂതത്തെ കാണുകയാണ്, അല്ലെങ്കിൽ വെറൊരു ദർശനമാണ്, മിഥ്യയാണെന്ന് വിചാരിച്ചപ്പോൾ യേശു പറയും, എന്തെങ്കിലും ഉണ്ടോ തൊട്ടു നോക്കൂ, ഭക്ഷണമുണ്ടെങ്കിൽ കൊണ്ടുവരൂ. ഭക്ഷിച്ച് കാണിച്ചു. ഭക്ഷണം ആവശ്യമുണ്ടായിട്ടല്ല, താൻ യഥാർത്ഥത്തിൽ മടങ്ങി വന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോഴെന്താണ് ഈ ഉത്ഥാനത്തിൻ്റെ അർത്ഥം? ഉത്ഥാനത്തിൻ്റെ അർത്ഥം ഇതാണ്: നമ്മുടെ ഇതൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല. മരണം ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല, അതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അഥവാ യഥാർത്ഥമായ ജീവിതം തുടങ്ങുന്നത് മരണത്തിനപ്പുറത്താണ്. യഥാർത്ഥമായ ജീവിതം ആരംഭിക്കുന്നത് മരണത്തോടു കൂടിയാണ്. മരണത്തോടുകൂടി ഈ നശ്വരമായ ഭൂമിയിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് അനശ്വരതയുടെ കവാടങ്ങളിലേക്ക് കടക്കുകയായി, അനശ്വരതയിലേക്ക്. അതോടുകൂടി മറ്റൊന്നുകൂടി സംഭവിക്കുന്നു. യേശു ഉയർപ്പിക്കപ്പെട്ടതുപോലെ നമ്മളും ഉയർപ്പിക്കപ്പെടും. അപ്പോൾ ഇതാണ് പൗലോസ് ശ്ലീഹ തുടങ്ങുന്നത്. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാമത്തെ അധ്യായത്തിൽ ഈ ഉത്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് പറയുക. നമ്മൾ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്ങനെയാണ് പറയുക? നമ്മൾ ഉയർപ്പിക്കപ്പെടുകയില്ല എന്ന്. യേശു ഉത്ഥാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, ഉത്ഥാനമില്ല. ശരീരങ്ങൾക്ക് ഉത്ഥാനമുണ്ടാകും. ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലാണിത്. യേശു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ നമ്മളും ഉയർപ്പിക്കപ്പെടും. അതാണ് വളരെ ദീർഘമായി പൗലോസ് പറയുന്നത് 15-ാമത്തെ അധ്യായത്തിൽ. 15-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ 15-12 വാക്യം പ്രകാരമാണ്: ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചില പറയുന്നത് എങ്ങനെ? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല എങ്കിൽ യേശു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. മാത്രമല്ല, ഞങ്ങൾ ദൈവത്തിനു വേണ്ടി കപടസാക്ഷ്യം വഹിക്കുന്നതായിത്തീരുന്നു. എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചുവെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല. അപ്പോൾ യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അവശ്യ ഘടകമാണ്, അതിൻ്റെ ഒരു കോൺസിക്വൻസാണ്, ഫലമാണ് നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ഈ ജീവൻ അക്ഷയമായി മാറും. ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കും. ഇതേ ശരീരത്തോടു കൂടി ആയിരിക്കില്ല, രൂപാന്തരീകരിക്കപ്പെടും. പുതിയൊരു ശരീരം. ഇതാ എല്ലാം ഞാൻ നവീകരിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ കണ്ടതെങ്ങനെയാണ്? എല്ലാം നവീകരിക്കുന്നു. എല്ലാം നവീകരിക്കുന്നുണ്ടെങ്കിൽ ഈ ശരീരവും അക്ഷയമായിരിക്കും. ക്ഷയമുള്ളത് അക്ഷയമാകും. നശ്വരമായത് അനശ്വരമായി തീരും. ഇനി ഒരിക്കലും ദുഃഖമോ മുറവിളിയോ ഉണ്ടാവുകയില്ല, കണ്ണീരോ മരണമോ വേദനയോ ഉണ്ടാവുകയില്ല. മരിച്ചവർ ഉയർപ്പിക്കപ്പെടും. ഇതാണ് ക്രിസ്തീയ സഭയുടെ വിശ്വാസം. നമ്മളേറ്റു പറയുക. ഈ വിശ്വാസമാണ് എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുന്നത്. ഈ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. യേശുവിൻ്റെ ഉത്ഥാനമാണ്, ഉത്ഥാനത്തിൻ്റെ പ്രകാശമാണ് ജീവിതത്തെ മുഴുവൻ പ്രകാശമാനമാക്കുക. ഈ ഭൂമിയെ, ഈ ലോകത്തെ നവീകരിക്കുന്നതും യേശുവിൻ്റെ ഉത്ഥാനം തന്നെയാണ്. അപ്പോൾ ഉത്ഥാനം ഒരു പുതിയ തുടക്കമാണ്. ഇതാ എല്ലാം ഞാൻ നവീകരിക്കുന്നു, വീണ്ടും പുതുതായി തുടങ്ങുന്നു. മരണത്തോടുകൂടി അവസാനിച്ചു എന്ന് വിചാരിച്ചത് അവസാനമല്ല, ഒരു തുടക്കമാണെന്ന് മനസ്സിലാവുകയായി. ശിഷ്യന്മാരത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവർ പിന്നീട് സന്തോഷത്തോടെ എല്ലായിടത്തും പോയി പ്രഘോഷിക്കുക. ഈ ഉത്ഥിതനായ ക്രിസ്തുവിനെ ഇന്ന് എവിടെ കാണാൻ സാധിക്കും? ഞങ്ങളവനെ കണ്ടു എന്ന് പറയുന്നവർ ഇന്ന് എവിടെയാണ് കാണുക? ചിലർ യേശുവിനെ കാണുന്നതായിട്ട് പറയുന്നത്, പക്ഷേ എല്ലാവർക്കും ആ ദർശനം അനുവദിച്ചിട്ടില്ല. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണല്ലോ തോമായോട് പറയുക.
തോമസേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, പക്ഷേ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്രകാരമുള്ള ഭാഗ്യമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാലും യേശുവിനെ എവിടെ കണ്ടുമുട്ടാൻ സാധിക്കും? മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയും, ഇതാ യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. നമുക്കറിയാം, മത്തായും യോഹന്നാനും സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നില്ല, മർക്കോസും ലൂക്കായും പറയുന്നുണ്ട്. പക്ഷേ സ്വർഗാരോഹണം എന്നുകൊണ്ട് പറയുന്നതുകൊണ്ടും അർത്ഥമാകുന്നതാണ് ദൈവം നമ്മോടുകൂടിയുണ്ട്, യേശു നമ്മോടുകൂടെ. എവിടെയാണ്? നമുക്കറിയാം, വചനത്തിലൂടെ, സുവിശേഷ വാക്കുകളിലൂടെ, വചനത്തിലൂടെ ദൈവം നമുക്ക് സമീപസ്ഥനാണ്. യേശു നമ്മോട് തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുന്നു. ബൈബിളിലൂടെ, വചനത്തിലൂടെ ദൈവം നമുക്ക് സമീപസ്ഥനാണ്. വിശുദ്ധ കുർബാനയിലൂടെ, കൂദാശകളിലൂടെ നമുക്ക് സന്നിഹിതനാണ്. ഇതെൻ്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ. യേശുവിനെ സ്വീകരിക്കുന്നു. ഓരോ കൂദാശയിലൂടെയും യേശുവിൻ്റെ തന്നെ സാന്നിധ്യമാണ് നമുക്ക് അനുഭവവേദ്യമാകാൻ സാധിക്കുക. വചനത്തിൽ, കൂദാശകളിൽ, എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇതാ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും ലോകാവസാനം വരെ. പ്രാർത്ഥനയിലൂടെ ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് തിരിയുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കും. അവൻ നമ്മൾ ആരിൽ നിന്നും അകലെയല്ല. സ്വർഗമെന്ന് പറഞ്ഞാൽ അങ്ങകലെയുള്ള എന്തോ ഒരു യാഥാർത്ഥ്യമല്ല. സ്വർഗം ദൈവമാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഉള്ളിലേക്ക് കടക്കുക. യേശു പറഞ്ഞില്ലേ, നിൻ്റെ മുറിയിൽ കടന്ന് കഥ കടയ്ക്കുക. നിൻ്റെ മുറിയിൽ, നിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കണ്ടുതിരിക്കുക. ഈശ്വരനെ തേടി ഞാൻ നടന്നു എന്ന് മനോഹരമായൊരു പാട്ടുണ്ടല്ലോ, ആബേലച്ചൻ്റേതാണ്. കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂമിയിലുമില്ല എന്ന് അലഞ്ഞു തിരിയുന്നവനോട് പറയും, അവസാനം എന്നിലേക്ക് ഞാൻ കടന്നു, ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു, അവിടെയാണ് ഈശ്വരൻ്റെ വാസം. എൻ്റെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ അവൻ വസിക്കുന്നുണ്ട്. മാത്രമല്ല, സഭയിൽ യേശുവിന് സന്നിഹിതനാണ്. സഭാസമൂഹത്തിൽ, സഭ യേശുവിൻ്റെ ശരീരമാണെന്നാണ് പറയുക. സഭയിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ, ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, കൂദാശകൾ പങ്കുചേരുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ സഭാസമൂഹത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമാകും. യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ നോക്കുക. ഇതെല്ലാം പ്രധാനമായി യേശു എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. വിശക്കുന്നവരിൽ, ദാഹിക്കുന്നവരിൽ, രോഗികളിൽ, അശരണരാകുന്നവരിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അതാണ് യേശു പ്രത്യേകമായിട്ട് നമ്മളോട് പറയുക. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, എന്നെ സന്ദർശിച്ചു. കാരാഗൃഹത്തിൽ നിങ്ങൾ എന്നെ കാണാൻ വന്നു. എപ്പോഴാണ് ഇതെല്ലാം ചെയ്തെന്ന് ചോദിക്കുമ്പോൾ, ഈ എളിയ സഹോദരങ്ങൾ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഇപ്പോഴേ പാവപ്പെട്ടവരോട് താതാത്മ്യപ്പെടുന്ന യേശു, അവരെയാണ് വിശുദ്ധ അമ്മ ത്രേസ്യ, മദർ തെരേസ യേശുവിനെ കണ്ടത്. അവിടെയാണ് സകല വിശുദ്ധരും കാണുക. അവിടെ കാണണം, അതാണ് നമ്മൾ പറയുക. യേശുവിനെ കാണാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോകുന്ന വ്യക്തി വഴിയിൽ കിടക്കുന്ന മുറിവേറ്റവനെ കാണാതെ പോയാൽ ദേവാലയത്തിൽ യേശുവിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് അറിയണം. അപ്പോൾ ഇന്ന് വേദനിക്കുന്നവരോട് താതാത്മ്യപ്പെടുന്ന ഒരു യേശുവുണ്ട്. ഉദ്ധിതനായ യേശുവിനെ ഇന്ന് ഈ വേദികളിൽ, 5 വേദികളിലും കണ്ടെത്താൻ സാധിക്കും. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ദൈവത്തിൻ്റെ വചനത്തിൽ, കൂദാശകളിൽ, യേശുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ, എൻ്റെ ഹൃദയത്തിൽ വേദനിക്കുന്ന വ്യക്തികളിൽ, ഇവിടെയെല്ലാം ഇന്ന് യേശു സന്നിഹിതനാണ്. അപ്പോൾ ഈ യേശുവിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മുടെ കണ്ണുകൾ തുറന്നു തരാനായിട്ട് പറയുക. ഉദ്ധിതനായ യേശു നൽകുന്ന പ്രത്യാശ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. നമ്മൾ അവനോടുകൂടി ആയിരിക്കും. ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നത് ലോകാവസാനത്തിലായിരിക്കും. അന്ന് എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അന്ന് യേശുവിനോടുകൂടെ ഉദ്ധിതമായ ശരീരത്തിൽ പിതാവിനോട് വിചാരിക്കാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. അതാണ് നമുക്ക് നൽകുന്ന പ്രത്യാശ. ഈ സന്ദേശമാണ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ളത്. അവന് ഉത്ഥാനം ചെയ്തിരിക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, സത്യമായും അവൻ ഉത്ഥാനം ചെയ്തു. ആ ഉത്ഥാനത്തിൽ നമ്മളും പങ്കുചേരുമെന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിത്യവുമായ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിടിഞ്ഞ് നിലവിളിച്ചപ്പോൾ മകൻ മറുപടി കൊടുക്കാതിരുന്ന അവിടുന്ന് 3-ാം ദിവസം അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഉയർപ്പിച്ചതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. മരണത്തിനപ്പുറത്തേക്ക് നയിക്കുന്നതാണ് അവിടുത്തെ സ്നേഹം. സ്നേഹം മരണത്തേക്കാൾ ശക്തമാണ്. കല്ലറയിൽ ഒതുങ്ങി നിൽക്കുകയില്ല ആ സ്നേഹം. അടച്ച് മുദ്ര വെച്ച് കാവൽ നിന്ന കല്ലറ തുറന്നു. അവിടെ യേശുവിൻ്റെ ശരീരമുണ്ടായിരുന്നില്ല. അടച്ചിട്ട കല്ലറകളെല്ലാം അവിടുന്ന് തുറക്കും. ശരീരങ്ങൾ അക്ഷയമായി, ദീപ്തമായി ഉത്ഥാനം ചെയ്യും. ഈ പ്രതീക്ഷ ഞങ്ങൾക്ക് നൽകുന്ന ആ വാഗ്ദാനത്തിലൂടെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്താൻ, ഞങ്ങളുടെ സഭയിലും സഹോദരങ്ങളിലും ഞങ്ങളുടെ തന്നെ സമൂഹത്തിലും ഹൃദയത്തിലും അവിടുത്തെ കണ്ടെത്താനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയോടുകൂടി ഈ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ക്ലേശങ്ങളും ഏറ്റെടുക്കാനും, പ്രത്യേകിച്ചും ക്ലേശിക്കുന്നവരോട് ചേർന്ന് നിൽക്കാനും, അങ്ങനെ അങ്ങയുടെ കുരിശിലൂടെ രക്ഷയിലേക്ക്, നവജീവനിലേക്ക് കടന്നു വരാനും അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.
you.